എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങിൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ബെൻഹദദ് ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ ക്ഷാമം വല്ലാതെ മൂർച്ഛിച്ചു. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ്, 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശ്. സ്വന്തം അമ്മമാർ കുഞ്ഞുങ്ങളെ തമ്മിൽ ഒരു ധാരണ എത്തിയിട്ട്, ഇന്ന് നിന്റെ കുഞ്ഞിനെ കഴിക്കാം, നാളെ എൻ്റെ കുഞ്ഞിനെ കഴിക്കാം, ഇങ്ങനെ ഒരു തമ്മിൽ ധാരണ എത്തിയിട്ട് കുഞ്ഞുങ്ങളെ പോലും പുഴുങ്ങി തിന്നുന്ന ഒരു പ്രത്യേക സമയം. രാജാവ് വസ്ത്രം കീറി കരയുവാൻ തുടങ്ങി. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹ വചനങ്ങളാണ്. നമ്മൾ സാധാരണയായി ഭവനങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹ വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കാറുള്ളത്. അത് അനുഗ്രഹ വാക്യങ്ങളാണ്. എന്നാൽ തുടർന്നുള്ള 55 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അത് ശാപവാക്കുകളാണ് കൂടുതൽ. എൻ്റെ വചനങ്ങൾ അനുസരിച്ച് നടക്കാതെ പോയാൽ ഈ ശാപങ്ങൾ നിനക്കുണ്ടാകും, ഈ ശിക്ഷകൾ നിനക്കുണ്ടാകും എന്നുള്ള ശാപവാക്കുകളാണ്. അല്ലെങ്കിൽ തന്നെ ന്യായപ്രമാണത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് അനുഗ്രഹവശം, ഒന്ന് ശാപവശം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൻ കീഴിൽ കിടന്ന നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ സ്നേഹിച്ച് നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൻ കീഴിൽ കിടന്നതായ നമ്മളോട് കരുണ കാണിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ അന്ന് പറഞ്ഞതാണ്, നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നിങ്ങൾ തിന്നേണ്ടി വരും. അതിവിടെ സംഭവിച്ചു. എന്നാൽ ഈ സമയം രാജാവിന് പോലും സഹിക്കാൻ വയ്യാതായിട്ട് ഒരു അകമ്പടി നായകനെ എലീശ പ്രവാചകന്റെ അടുക്കൽ അയക്കുന്നു. ദൈവം ഇസ്രായേലിൽ രാജാക്കന്മാരെ ആക്കിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പിറകിൽ ഒരു പ്രവാചകനെ നിർത്താറുണ്ട്. അവർക്ക് ആലോചന കൊടുക്കാനും നീതി ഉപദേശിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ അടുക്കിലേക്ക് രാജാവ് ആളിനെ അയച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ നേരത്ത് ഇവിടെ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് പറഞ്ഞു. ഇത് അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്ത് ദൈവം കിളിവാതിൽ തുറന്നാലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതിന് സാധ്യതയില്ലല്ലോ. എന്ത് സാധ്യതയുള്ളത്? യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു വിഷയമാണ് പ്രവാചകൻ പറഞ്ഞത്. പക്ഷേ ദൈവം അത് ചെയ്തു. അരാരാജാവിന്റെ സൈന്യം പാളയം അടിച്ചിരുന്നിടത്ത് ദൈവം വലിയൊരു ആരവം കൽപ്പിച്ചു. തങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടായിരുന്ന സകല സാമാനങ്ങളും വിട്ടിട്ട് അവർ ഓടിക്കളഞ്ഞു. അത് കൊണ്ടുവന്ന് ഇസ്രായേലിൽ ഗോതമ്പും യവവും വിറ്റു. യഹോവ അരുളി ചെയ്തതുപോലെ സംഭവിച്ചു. എന്നാൽ ഈ അകമ്പടി നായകനെ രാജാവ് പിടിച്ച് ഈ ഗോതമ്പ് യവമൊക്കെ വിൽക്കുമ്പോൾ മുമ്പിൽ നിർത്തി. ജനങ്ങൾ പട്ടിണി കൊണ്ട് വലഞ്ഞു കിടക്കുന്ന ജനങ്ങള് അകമ്പടി നായകനെ നോക്കിയില്ല, അവന് ചവിട്ടിക്കളഞ്ഞെന്നാ വായിക്കുന്നത്. അവൻ ചവിട്ടുകൊണ്ട് മരിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിർവർത്തിച്ചു. പക്ഷെ എലീശ ഇവനോട് പറഞ്ഞു, ഈ അവിശ്വസിച്ചവനോട് പറഞ്ഞു, നീ കാണും, അനുഭവിക്കുകയില്ല. അപ്പൊ വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും, അവിശ്വസിച്ചാൽ ശിക്ഷ ഉണ്ടാകും. അത് തന്നെയല്ലേ സെഖര്യാവിന് സംഭവിച്ചത്.
പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിപ്പാൻ സെഖര്യാവിന് കഴിഞ്ഞില്ലല്ലോ. ഞാൻ എന്തെന്നാൽ അറിയുമെന്ന് ചോദിച്ചു. എന്താ അത് കാണുന്നവരെ കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട്. നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധ്യതയും മുമ്പിലില്ലെങ്കിലും ദൈവം പറഞ്ഞാൽ ചെയ്യുവാൻ വിശ്വസ്തൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായിട്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.